UDFിൻ്റെ സീറ്റ് ചർച്ച അത് പൂർണ്ണതയിലേക്ക് എത്താത്തതിൽ ചെറുകക്ഷികൾക്ക് വലിയ രീതിയിൽ അതൃപ്തിയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എത്രയും വേഗം തന്നെ സീറ്റ് ചർച്ച പൂർത്തിയാക്കി ധാരണയിലാകണമെന്നുള്ളതാണ് CMB ഉൾപ്പെടെയുള്ള ചെറുകക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ CMB സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ സജീവമായ ഇടപെടലാണ്. ഏറ്റവും ഒടുവിലുള്ള അവസ്ഥ എന്താണ്? ഇപ്പോഴും സീറ്റ് ചർച്ച പൂർത്തിയാവാതെ അതിൽ CMBക്ക് അതൃപ്തി ഉണ്ട് താനും. UDFിൽ കേരള കോൺഗ്രസ് ജോസഫും ലീഗും ഒഴിച്ചു കഴിഞ്ഞാൽ ആകെ RSP അടക്കം CMB അടക്കം രമയടക്കമുള്ള ആളുകൾക്ക് ആകെ 15 സീറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ സീറ്റ് ചർച്ച എവിടെയും തീരുന്നില്ല. ജാഥ തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പേ UDFിൻ്റെ സീറ്റ് ചർച്ചകൾ തീരും എന്ന് പറഞ്ഞതാണ്. അത് തീർന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ജാഥ ഏകദേശം എറണാകുളം കഴിഞ്ഞു. എന്നിട്ടും സീറ്റ് ചർച്ച എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് ഇനി സമയമില്ല. ചെറിയ കക്ഷികൾക്കൊക്കെ അതാത് മണ്ഡലത്തിലേക്ക് പോകുമ്പം അവർക്ക് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടണം, അവിടെ ആളുകളെ പരിചയപ്പെടാനുള്ള സമയം കിട്ടണം, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് വെച്ചാൽ അത് പരിഹരിക്കാൻ. എല്ലാ സ്ഥലത്തിലും കോൺഗ്രസ്സിന് സീറ്റിന് ആവശ്യമുള്ള ആളുകളുണ്ടാവാം. അതൊക്കെ പരിഹരിക്കാനുള്ള സമയം എടുക്കണം. ഇനിയും നീട്ടിക്കൊണ്ടുപോകരുത് എന്നുള്ള CMBയെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ നേരിട്ട് ജനങ്ങളോട് പറഞ്ഞതാണ് CMBക്ക് 2 സീറ്റ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ MLAമാരുണ്ടാവാം. VD സതീശനെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു കക്ഷികളാണ് ഞങ്ങൾ. എല്ലാ UDF നേതാക്കന്മാരെയും വിശ്വസിക്കുന്നു. അവരൊക്കെ തന്നെ 2 സീറ്റ് ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 സീറ്റ് എവിടെയൊക്കെ? ജോണിൻ്റെ സീറ്റ് എവിടെ? ജോണിൻ്റെ സീറ്റ് ഇപ്പോൾ രാവിലെ നിങ്ങൾ പത്രക്കാർ പറയുന്നത് രാവിലെ തിരുവമ്പാടി പറയും ഒരു ചാനൽ, വൈകുന്നേരം ആകുമ്പം തിരുവനന്തപുരം പറയും ഒരു ചാനൽ, ഉച്ചയാകുമ്പം മറ്റൊരു ചാനലിൽ വീണ്ടും തിരുവമ്പാടി പറയും. ഇങ്ങനെ ഞങ്ങളിങ്ങനെ വളരെ ആശയക്കുഴപ്പത്തിൽ നടക്കുക. ഈ ആശയക്കുഴപ്പം UDF അടിയന്തരമായി ചെറുകക്ഷികളേത് RSP അടക്കമുള്ള കക്ഷികളേത് വളരെ വേഗത്തിൽ നാളെ ഞായറാഴ്ചയാണ്, നാളെ തന്നെ തീർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്തരം വൈകുന്നത് LDFന് ഗുണമായി മാറുകയല്ലേ ചെയ്യുന്നത്? ഓരോ ദിവസം വൈകുന്നത് LDFന് ഗുണകരമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ UDFിൽ വരുന്ന കക്ഷികളെ പറ്റി, UDFിൽ സ്വീകരിക്കുന്ന കക്ഷികളെ പറ്റി അവർ വെറുതെ വരുന്നതല്ലല്ലോ. അവരെ എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ചെയ്യണം. വരുന്ന കക്ഷികൾ നമുക്ക് ഗുണം ചെയ്യുമോ എന്നും UDF നേതൃത്വം ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചാൽ മാത്രമേ UDFന് ഉറച്ച വിശ്വാസം ഉണ്ടാവണം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ ആ കക്ഷികൾ മാത്രം ഉണ്ടായാൽ തന്നെ UDF വലിയ വിജയം നേടിയിടും. പിന്നെ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? പിന്നെ എന്തിനാണ് PK ശശിയെ പോലുള്ളവരെ കൊണ്ടുവരുന്നത്? അത് യഥാർത്ഥത്തിൽ താങ്കൾക്കാണെങ്കിൽ ഗ്രാസ് റൂട്ടിൽ ബന്ധങ്ങളുള്ള ഒരാളാണ്. PK ശശിയെ പോലുള്ള ആൾ UDFിലേക്ക് വരുന്നത് ഗുണം ചെയ്യും UDFന്? ശശി അങ്ങനെ ഒരു വിവരക്കേട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. UDFിലേക്ക് വന്നിട്ട് അയാൾക്ക് ജയിക്കാൻ പറ്റിയൊരു സീറ്റ് പാലക്കാടുണ്ടോ ഒന്ന് വെറുതെ സന്യാസത്തിന് വരുന്നതല്ലല്ലോ. അദ്ദേഹത്തിനൊരു ജയിക്കാൻ പറ്റിയൊരു സീറ്റ് കൊടുക്കണം. അത് കൊടുക്കാൻ UDFിൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് തന്നെ വലിയ പ്രയാസമാണ്. കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകളിലും മുന്നേറ്റം വന്നപ്പം പാലക്കാട് ജില്ലയിൽ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളത് മണ്ണാർക്കാടും പട്ടാമ്പിയും തൃത്താലയും പാലക്കാട് ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും വലിയ ലീഡ് തന്നെയാണ്. അപ്പം ചിറ്റൂരടക്കം 6000 വോട്ടിന് അവർ ലീഡ് ചെയ്യുക. ഞാൻ മത്സരിച്ച നെന്മാറ അവർ 12000 വോട്ടിന് ലീഡ് ചെയ്യുക. അതുപോലെ ഓരോ തരൂരായാലും ആലത്തൂരായാലും ഒക്കെ അവർ ലീഡ് ചെയ്യുക. ഒറ്റപ്പാലായാൽ പോലും അവർ ലീഡ് ചെയ്യുക. ഷൊർണൂരിൻ്റെ കഥ പറയണ്ട, ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യുക. ഈ സ്ഥലത്തൊക്കെ ശശിക്ക് വന്നാൽ, ശശിക്ക് സീറ്റ് കൊടുത്താൽ വിജയിച്ചെടുക്കാൻ കഴിയുമോ എന്നൊക്കെ UDF നേതൃത്വം ആലോചിക്കേണ്ടതാണ്. കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും അവരൊരു ആലോചന ഉണ്ടാവില്ല. ഇങ്ങനെ ശശി വരുന്നുണ്ടോ? അയാൾ ഞാനും പറയുന്നത് അയാൾ CPM കാരനാണ്, CPM മെമ്പറാന്ന് പറയുന്നു. പിന്നെ ഒരാളെങ്ങനെയാണ് UDFിലേക്ക് വരിക എനിക്കറിയില്ല. ഈ UDFിൽ കൂട്ടായ ചർച്ച കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള പരാതി പരിഹരിക്കപ്പെട്ടു? UDFിൽ ഇപ്പോൾ ഒരു മാസമായിട്ട് കൃത്യമായിട്ടൊരു ചർച്ച നടക്കാറില്ല എന്നുള്ള. ഞങ്ങളോട് സീറ്റ് ചർച്ച നടന്ന് പിന്നെ ഒരാഴ്ച കൊണ്ടുള്ളിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല. ഇതുതന്നെയാണ് മറ്റുള്ള ഘടകകക്ഷികളോടും. ലീഗുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചർച്ച നടക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് തീരുന്നുണ്ട് എന്ന് തോന്നുന്നില്ല.
വളരെ കൃത്യമായി തന്നെ CN വിജയകൃഷ്ണൻ പറയുന്നത് UDF കൃത്യമായി ചർച്ചകൾ നടക്കുന്നില്ല. മറ്റൊന്ന്, വിജയസാധ്യതയെ ബാധിക്കുന്നതാണ് ഈ സീറ്റ് ചർച്ച നീണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ചെറുകക്ഷികൾക്ക് വലിയ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് CN വിജയകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരക്കൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.